മോഹൻലാൽ 100 വയസ്സ് പൂർത്തിയാകുന്ന മലയാള സിനിമയ്ക്ക് 5 പതിറ്റാണ്ടത്തെ കലാസപര്യയിലേക്ക് കടക്കുന്ന ഒരു നായകനുണ്ട്. 4.5 പതിറ്റാണ്ട് മുമ്പ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലൂടെ മലയാളിയുടെ ഹൃദയത്തിലേക്ക് നടന്നു കയറി താരസിംഹാസനത്തിൽ ഇരിപ്പുറപ്പിച്ച വിസ്മയ പ്രതിഭ. ഒരു പൂ വിരിയും പോലെ, ഒരു ഇതൾ കൊഴിയും പോലെ അത്രയും സ്വാഭാവികമായി കഥാപാത്രങ്ങളിൽ നിന്ന് കഥാപാത്രങ്ങളിലേക്ക് കൂടുമാറുന്ന അനായാസമായ അഭിനയ ശൈലിയുടെ ഉടമ. ഇന്ത്യയിലെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമായ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് നേടിയ മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ. അഭിനയ കലയിലെ അപാര വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് ലാലിന്റെ ചലച്ചിത്ര ജീവിതം. തിയേറ്ററുകളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ജുബാക്കൈ തെറുത്ത് കയറ്റി പോമോനെ ദിനേശ എന്ന് സരസമായി പറയുമ്പോഴും നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ അരങ്ങിൽ കവചകുണ്ടലങ്ങൾ അണിഞ്ഞു നിന്ന് അഹം സൂര്യപുത്ര എന്ന സംസ്കൃതം സംസാരിക്കുമ്പോഴും ആട്ടവിളക്കിന് മുന്നിൽ അരപ്പട്ടിണിക്കാരനായ കഥകളിയാട്ടക്കാരന്റെ വേഷത്തിൽ കരിന്തിരി കത്തുന്ന ജീവിതം കാട്ടിത്തരുമ്പോഴും പകർന്നാട്ടത്തിന്റെ അപൂർവ മാതൃകകൾ ലാൽ സമ്മാനിച്ചു. കഴിക്കില്ലാന്ന് ഞാൻ കളവ് പറയില്ല. എന്റെ മോളെ മറന്നുകൊണ്ടൊരു പ്രവൃത്തി അതൊരിക്കലും ഉണ്ടാവില്ല. ഈ സാധനമൊക്കെ കെട്ടിപ്പൊതിഞ്ഞ് പൂവള്ളിയില് എന്റെ തറവാടാത് അവിടെ എത്തിക്കണം. ഈ പൊട്ടിയും ചളിങ്ങിയതൊക്കെ ഇവിടേക്ക് പകരം പുതിയത് വേണം പൂവള്ളിയിലെത്താൻ. മനസ്സിലായോ? അതിപ്പോ മീൻ കറി വെക്കുന്ന ചട്ടിയായാലും ശരി. കേട്ടാ മന്നെ ദിനേശ. ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മലയാളത്തിന്റെ സ്വന്തം മോഹൻലാലിനെ കേരള സർക്കാർ 2025 ഒക്ടോബർ 4 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 5 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ആദരിക്കുന്നു. കലാപരമായും വ്യാവസായികമായും മലയാള സിനിമയുടെ വളർച്ചയിൽ മുഖ്യ പങ്കുവഹിച്ച ശ്രീ മോഹൻലാലിനോട് ഈ നാട് എന്നും കടപ്പെട്ടിരിക്കുന്നു. രാജ്യാന്തര പ്രശസ്തിയിലേക്ക് മലയാളത്തെ വാനോളം ഉയർത്തിയ അനേകം സിനിമകളിലെ അതുല്യ കഥാപാത്രങ്ങൾക്ക് അദ്ദേഹം ജീവൻ നൽകി. മലയാളി ആ കഥാപാത്രങ്ങളുമായി താദാത്മ്യം പ്രാപിച്ചു. നിർമ്മാതാവായും സംവിധായകനായും ഗായകനായും സിനിമയുടെ വിവിധ മേഖലകളിൽ മോഹൻലാലിനുണ്ട്. അദ്ദേഹം സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയെ കേരളം ബഹുമാനിക്കുന്നു. നാടിന്റെ ആദരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ശ്രീ മോഹൻലാലിന് സമർപ്പിക്കുന്നു. മലയാളം വാനോളം ലാൽ സലാം എന്ന മഹനീയ ചടങ്ങിൽ ശ്രീ മോഹൻലാൽ കേരളക്കരയുടെ ആദരം ഏറ്റുവാങ്ങുന്നു. ടി.കെ. രാജീവ് കുമാറിന്റെ രംഗാവിഷ്കാരത്തിൽ സുജാത മോഹൻ, റിമി ടോമി, ജോൽസിന, മൃദുല വാര്യർ, നിത്യ മാമൻ, സയനോര, മഞ്ജരി, രഞ്ജിനി ജോസ്, രാജലക്ഷ്മി, NJ നന്ദിനി എന്നീ ഗായികമാർ മോഹൻലാൽ സിനിമകളിലെ ഹൃദ്യമായ